ഇന്നലെ രാത്രി 12 മണിക്ക് വന്നതാണ് ഗൈസ്. ഇപ്പോൾ രാവിലെ സമയം 7:55 ഗൈസ്. ടയർ സീനായി, ഇവിടെ ലോക്കായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഷംജിത്തിൻ്റെ ഫ്രണ്ട് ഷംസാദ്. അപ്പോൾ ഷംസാദിൻ്റെ അടുത്ത് പോയപ്പോൾ ഷംസാദ് പറഞ്ഞു എനിക്കൊന്ന് കുളിക്കണം എന്നാ. അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറേ കാലമായി കുളിച്ചിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ച് ഒന്ന് നീന്തി കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞു നമുക്കൊന്ന് നീന്തി കുളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മൂടായി. ഞാനും പറഞ്ഞു ഞാനും ഉണ്ട് തന്നെ. അപ്പോൾ ബോസ് പറഞ്ഞു നമുക്ക് സീലൈനിൽ പോയിട്ട് കുളിക്കാം. അപ്പം എൻ്റെ മൂട് പോയി. കടലിൽ കുളിക്കാൻ തന്നെ ഒരു വലിയൊരു താല്പര്യമില്ല. ഞാൻ മുന്നേ ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് കുളിച്ചിട്ട് എനിക്ക് മതിയായതാണ്. തണുപ്പായിരിക്കും. പിന്നെ അതിലും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമാണ്. ഉപ്പുള്ള നമ്മളെ എന്താ പറയുക തലമുടിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എന്തായാലും വെറുതെ എല്ലാം വിചാരിച്ചിട്ട് ഓനും പിന്നെ നമ്മള് മൂന്നാളും കൂടി ഇങ്ങനെ 2 വണ്ടി എടുത്ത് ഇറങ്ങി. ഓനെ പുതിയ വണ്ടി എടുത്തേക്ക് അതൊന്നും ഓടിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ വേറെ 2 ആളും കൂടി നമ്മളോട് ജോയിൻ ചെയ്ത് അങ്ങനെ നമ്മള് ഫുള്ള് സെറ്റായിട്ട് സീലൈനിലേക്ക് പോവാന്ന്. എന്തായാലും പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ പോരാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇപ്പൊ അവിലെങ്കിൽ അവിലെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. കുളിക്കണ്ടോ എന്നുള്ളത് അവിടെ പോയിട്ട് തീരുമാനിക്കാന്നുള്ള രീതിയിൽ നമ്മളവിടെ പോയി. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. സംഭവം ഒരു 12 മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങിയത് വേറെ കാര്യം. അപ്പൊ അന്നേരമാണല്ലോ വൈബ് ഉണ്ടായത്. ചൂട് കാലമായതുകൊണ്ട് രാത്രി കുറച്ച് തണുപ്പും കിട്ടുമല്ലോ. അങ്ങനെ പോയി നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല മൂടായി. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു പോരാന്നുള്ള ഒരു മൈൻഡിലാണ് പോയതെങ്കിലും പിന്നെ നമ്മളോട് പോകുന്ന 2 ടീമിന് ഇല്ലാണ്ട് പോകണം തന്നെ ഒരു പൂതി. അപ്പൊ പിന്നെ നമ്മളോട് വന്ന ടീമിനെ നമ്മൾ സങ്കടപ്പെടുത്തരുതല്ലോ. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഓരോ ആഗ്രഹമല്ലേ നമ്മൾ അങ്ങോട്ട് പോയി. പോകുന്ന വൈക്കിന്ന് കണ്ടതാണ് ഒരു ടീമിന്റെ ടയർ പൊട്ടിപ്പോയിട്ട് ജാക്കി ഉണ്ടെന്ന് ചോദിച്ചു വന്നിരുന്നു. നമ്മൾ പരമാവധി നോക്കി പക്ഷെ അതൊന്നും സെറ്റാകുന്നില്ല. അങ്ങനെ ഏകദേശം പിന്നെ രാവിലെ ആയനായി 2-3 മണിയൊക്കെ ആയിരുന്നു. നമ്മളൊരു ചായ എല്ലാം കുടിച്ച് ഈ ടൈമിന്റെ കറക്കും വാങ്ങിയാണ് പോയത്. ഖത്തർ വന്നിട്ട് ആദ്യമായിട്ടാണ് കറക്ക് കുടിക്കുന്നത്. ഞാൻ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ആദ്യമായിട്ട് കറക്ക് കുടിച്ചു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആ ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടരാനായി. നല്ല രസമുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മള് വണ്ടി എല്ലായിടത്തിൽ നിർത്തി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒരു സൈറ്റ് സീയിങ്ങൊക്കെ പോലെ ഇങ്ങനെ നിന്ന്. സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ട് വന്നല്ല. കാരണം ഉറക്ക് പോകുന്നുള്ളതായിരുന്നു നമ്മളെ മെയിൻ വിഷയം. പക്ഷെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പിന്നെ നമുക്കൊരു മൂടായി. കാരണം നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു. ആ ഒരു രാവിലെ ഉള്ളൊരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല രസമാണ്. ഒരു മൂടാവും. അതൊരു നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ആടെ എത്തിയേക്കുമ്പോൾ ഫുൾ ടീം ഉണ്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ആടെ നമ്മളെക്കാടെ മുന്നേ വന്ന് ഇരിക്കുന്ന എത്രയോ ടീമുണ്ട്. ആടെ പോയപ്പോന്ന് മനസ്സിലായ നമ്മളെപ്പോലെ ഒരു 100 ആളുകൾ അല്ലെങ്കിൽ അത്രയും വണ്ടികൾ അവിടെ ഉണ്ട്. പക്ഷെ പരിപാടി എടുക്കുന്നതിന് ശേഷമാണ് മക്കളെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ നോക്കുമ്പോൾ പണി കിട്ടിയത്. എന്താന്നുള്ള അടുത്ത വീഡിയോ പറയാം. ഓ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ ബൈ.